Praise God, today we are excited to meet you online. I am very much sure that the word of the Lord which is going to be ministered today will bring greater deliverance and healing in your life. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമാകുമെന്ന്. Henceforth, I am requesting that every person who is going to watch us online, that stay online from beginning till the end. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധിക്കുക. Because some messages are not preached much often, but it's been inspired and given at the godly intervention time. പലപ്പോഴും ചില മെസ്സേജസ് ദൈവത്തിന്റെ ആ ഒരു പ്രചോദനത്തിൽ, ദൈവിക പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലുള്ളതായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കണമെന്നില്ല. എങ്കിൽ പോലും ചില സമയങ്ങളിൽ അത് വരുമ്പോൾ തക്കതായ സമയത്തായിരിക്കും അത് നമ്മുടെ ജീവിതങ്ങളിൽ സ്പർശിക്കുന്നത്. Today we would like to touch upon a topic that which the Lord has promised us, how to overcome satanic strongholds in your life. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ ദൈവവചനം പിശാചിന്റെ തന്ത്രങ്ങളിൽ നമ്മൾ എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി നിൽക്കാം എന്നുള്ള ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും സ്പർശിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Amen. Hallelujah. You know, some of the Christians, when I was a teenager, some youths have met me and they have personally shared with me that through their Christian life they have been undergoing a very much tough situation and they've been weakened in many areas, so that they are not able to fulfill the Lord's purpose in their life. പാസ്റ്ററിങ്ങനെ താങ്കളുടെ ഒരു അനുഭവം ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ടീനേജ് കാലങ്ങളിൽ അനേകം യൗവനക്കാർ, ആ ദൈവഭാഗത്തേക്ക് വന്ന അനേകം യൗവനക്കാർ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നു, പാടുപെടുന്നു. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് നിൽക്കുവാൻ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നതായിട്ട് അവർ പലരും അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. And we shouldn't bracket this is only applicable for teenage issues, but for every regular Christians also, they also face much kind of battles in their life. ഇത് വെറും ഒരു ടീനേജറിന്റെ അല്ലെങ്കിൽ ഒരു യൗവനക്കാരന്റെ പ്രശ്നമായി മാത്രം നിങ്ങൾ കാണരുത്. ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും നമുക്ക് ഈ രീതിയിലുള്ള യുദ്ധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. Henceforth, we would like to expose how the devil's deceptions is working in our life. If we bring forth it's every acts of the devil under the light of the word of God, let me tell you, you can gain greater victory in your spiritual life. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവവചനത്തിന്റെ പ്രകാശത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് ആ വെളിച്ചം കിട്ടുവാനും വേണ്ടി ഞങ്ങൾ ഈ വചനം നിങ്ങളുടെ മുന്നിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. We all know that when a newborn baby is born, how much craving that baby should have for its mother's milk. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ പാലിന് വേണ്ടി അത് വളരെയധികം കരയുകയും അതിനുവേണ്ടി അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെന്നുള്ളത്. People around the baby would be having ice cream, KFC, pizzas and everything, but the baby is only targeted his mother, right? ഒരു പക്ഷേ കുഞ്ഞിന് ചുറ്റുമുള്ള ഭവനത്തിലുള്ള ആൾക്കാർ കഴിക്കുന്ന ആഹാരങ്ങൾ ഒരു പക്ഷേ KFC ആയിരിക്കാം, അല്ല ഐസ്ക്രീം ആയിരിക്കാം, അതുപോലെയുള്ള കട്ടിയേറിയ ആഹാരങ്ങളൊക്കെ ആണെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ഫോക്കസ് അതിന്റെ അമ്മയുടെ പാലിൽ മാത്രമാകും. Unless and until it's been fed with the breastfeeded milk, right? The baby won't stop crying. ആ കുഞ്ഞിന് അത് ആഗ്രഹിക്കുന്ന അമ്മയുടെ പാൽ കിട്ടുന്നത് വരെയും അതിന്റെ കരച്ചിൽ നിൽക്കത്തില്ല. Likewise, a newborn believer, within his spirit, he is craving for he has such a passion for the word of God. Like a newborn who has a greater crave for the milk from its mother, likewise a newborn has a greater craving towards the word of God, towards the presence of God. ദൈവമക്കളെ, ഇതുപോലെ തന്നെ ദൈവത്തിൽ നമ്മൾ ആ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ഒരു പുതുജീവന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിലും ദൈവവചനത്തിന് വേണ്ടി ഇതുപോലെ ഒരു ദാഹം, ഇതുപോലെ ഒരു ആഗ്രഹം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലും നമുക്ക് ഉണ്ടാവാറുണ്ട്. So the baby starts with the very pure form of milk, right? It starts with a very pure form of food in its life, but down the lane it can end up with junk food.
തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ അവൻ്റെ ലൈഫ് തുടങ്ങുന്ന സമയങ്ങളിൽ, ആദ്യത്തെ മാസങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ വളരെ ശുദ്ധമായിട്ടുള്ള പാല്, ആഹാരം, അതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചാണ് കൊടുക്കുന്നത്. ആ കുഞ്ഞും അത് മാത്രമേ അത് ഭക്ഷിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതം, അവൻ്റെ വളർച്ചയുടെ ഭാഗങ്ങൾ എത്തുമ്പോഴത്തേക്കും ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ ജീവിതം ചെന്ന് അവസാനിക്കാനും സാധ്യതയുണ്ട്. Exactly, this is how devil attacks our life. The way how we started, we were craving for the pure milk, the word of the Lord, but finally we will end up with the junk of this world. തീർച്ചയായിട്ടും ദൈവമക്കളെ, ഈ കാര്യം നമ്മളും വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ, നമ്മൾ ആ ദൈവത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, പുതുജീവന അനുഭവത്തിൽ വരുമ്പോൾ നമ്മളും ഇതുപോലെയാണ് തുടങ്ങുന്നത്. നമ്മളും ഇതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ സത്യവചനത്തിന് വേണ്ടി ദാഹിച്ചു തുടങ്ങുന്നു. പക്ഷെങ്കിൽ നമ്മൾ വളർച്ചയുടെ ആ ഭാഗത്ത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗത്തിൽ പലപ്പോഴും നമുക്ക് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, പ്രയാസങ്ങൾ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? പിശാചിൻ്റെ തന്ത്രങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. Even in our land of Kerala, we have a harvest festival which is known as Onam. Probably most of us would have been knowing it. കേരളത്തിന്റെ ഒരു വളരെ വിലയേറിയ ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. And it has a legendary story behind it, the legendary story about the King Mahabali. The king was considered as a righteous king, and he did not have any partiality towards his own people, but the gods were angry against this king. ആ രാജാവിനെ പറ്റി പറഞ്ഞത്, അദ്ദേഹം വളരെ നീതിമാനും സൽസ്വഭാവിയുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു. എങ്കിൽ പോലും ഈ ദേവന്മാർക്ക് ആ രാജാവിനോട് എന്നും ഒരു ദേഷ്യം, ഒരു ദ്വേഷം ഉണ്ടായിരുന്നു. And as per Hindu mythology, these gods went and met Lord Vishnu, and they made a proposal that the Vishnu God himself, who has to come as an avatar, so he took a form of a dwarf Brahmin who has been named as Vamanan to meet Mahabali. And when Mahabali met Vamanan, okay, he made every kind of offer. As a Brahmin, you can ask me anything. You can ask me gold, you can ask me silver, you can ask me elephants or anything from my country that I will be able to offer unto you. And Vamanan said, "See, king, I am very much thankful about your offerings, but I only require 3 paces of land from here." So king was surprised. Hey, only about matter of 3 paces. Definitely, Brahmin, you can have any land from my country. Okay. Suddenly, you know what happened? Vamanan just grew up, because he himself has been a godly avatar. He became so big that by making 2 paces, he has covered the entire country of King Mahabali. And Vamanan requested King Mahabali, "Where should I keep my 3rd feet? I should be able to keep my 3rd pace. Can you just show me that where I should keep my 3rd feet?" You know what happened? King Mahabali offered his own head. Vamanan, kindly make your 3rd pace upon my own head, you know. And finally, the story ends that the Vamanan himself just trampled this King Mahabali under to the Netherlands. Amen. Hallelujah, people of God. You have to understand. Somehow, this King Mahabali was not able to discern whom he was speaking unto. ഈ ഒരു പുരാണ കഥയിൽ നിന്ന്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒരു കഥയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ, മുന്നിൽ നിൽക്കുന്ന ആളാരാണെന്ന് മനസ്സിലാക്കാതെ ഒരു രാജാവിനെ പറ്റിപ്പോയ ഒരു തെറ്റിനെ പറ്റി. Finally, he had to offer himself in order to keep his word, and it costed his own life. ആ രാജാവിന് അവസാനം തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി തന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു. Exactly, this is what the word of the Lord also speaks unto us. In Ephesians chapter 4 verse 27, it says that, "Do not give any foothold for the devil." എഫേസ്യരുടെ പുസ്തകം 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കുന്നു, പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം നമ്മൾ കൊടുക്കരുത്. Many Christians who claim that they are born again, they've been filled by the Spirit of God, Word of God, they've been baptized, they've been tongues blessed and all, but still they have given, somehow knowingly or unknowingly, they have given a foothold for the devil in their lives. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അനേകം വിശ്വാസികൾ, നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്, നമ്മൾ വിശ്വാസികളാണ്, ആത്മാവിൽ നിറഞ്ഞവരാണ്, നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളും പല ഏരിയാസും നമ്മൾ ഇന്നും ദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ വെച്ചിട്ടില്ലാത്ത പിശാചിന്റെ കീഴിൽ ആയിപ്പോയ പലതും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. Sometimes through carelessness, the devil makes his foothold in our life.
പലപ്പോഴും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം കണ്ടെത്താൻ സാധ്യതയുണ്ട്. It can be our prayerlessness, it can be our lack of meditation, it can be our lack of reading the word of the Lord. The devil is seeking every opportunities in our life where he can keep his foot firm in our spiritual life. അത് ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനക്കുറവിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വചന വായനയിലോ അതിലുള്ള മെഡിറ്റേഷനിൽ നമ്മൾ എടുക്കുന്ന സമയത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ തക്കതായ സമയം പ്രയോഗിച്ച് പിശാച് നമ്മുടെ ജീവിതങ്ങളിൽ ഇടം കണ്ടെത്തും. Husband and wife quarreling with each other, parents having quarrel with their own children, children is having they are facing battles in their own life in terms of their studies or in terms of the peer pressures and all. We are able to see that. ഇതേ കാര്യം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അപ്പനും മക്കളും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതേപോലെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ പഠനത്തിന്റെ മേഖലകളിലായിരിക്കാം, കൂട്ടുകാരുടെ ചേർന്നിട്ടുള്ള സമയങ്ങളിലായിരിക്കാം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രഷറുകളും ഒക്കെ വിവിധ രീതികളിൽ പിശാച് ഇന്ന് നമ്മളെ പല ഏരിയാസിലും കീഴടക്കി വെച്ചിരിക്കുന്നു. You know, more than anyone else knowing your own weakness, devil has a clear picture that where is our exact weakness. It could be our addictions, it could be our habitual sins, it could be our wrong relationships, our friendships. Devil is looking every opportunities to intrude into your life in order to destroy your spiritual connection with the Lord. ദൈവമക്കളെ, കുറച്ചും കൂടെ വ്യക്തമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഒരു പക്ഷെങ്കിൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ അല്ലെ മറ്റാരെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയത്തിന്റെ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ എങ്ങനെയൊക്കെ ഉള്ള രീതികളിൽ നമ്മൾ എന്തൊക്കെ അഡിക്ഷൻസ് നമുക്കുണ്ട്, അല്ലെങ്കിൽ എന്തിലൊക്കെ ഏതൊക്കെ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകാൻ പറ്റും, ഏതൊക്കെ കൂട്ടുകെട്ടുകൾ നമ്മുടെ അതിൽ ആവശ്യമില്ലാത്തതുണ്ട് എന്നൊക്കെ ഉള്ളത് കണ്ട് മനസ്സിലാക്കി അതിന് തക്കതായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്നത് തീർച്ചയായിട്ടും പിശാചിന്റെ പണി തന്നെയാണ്. You know, somehow the devil is like a roaring lion, but in some of the instances he comes in the form of the angel of light. ദൈവവചനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, പലപ്പോഴും അവനൊരു അലറുന്ന സിംഹമായി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നു അവനൊരു വെളിച്ചദൂതനെ പോലെയും നമ്മുടെ മുന്നിൽ വരുന്നു. You know, in the Old Testament, the word of the Lord says that there was a Moabite king who was known as Balak. ബാരാക്ക് എന്ന ഒരു രാജാവിനെ പറ്റിയിട്ട്, ഒരു മോവാബിയ രാജാവിനെ പറ്റി പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. And this king was so much afraid of the Israelites that he feared that the people of Israel will just wipe the people of Moabites from their land. ആ രാജാവ് ഇങ്ങനെ ഭയപ്പെട്ടു, ഇസ്രായേൽ മക്കൾ ഒരു പക്ഷെങ്കിൽ എന്റെ രാജ്യത്തെ മുഴുവനും തുടച്ചു മാറ്റുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. So this story you can see it from the word of the Lord from the book of Numbers chapter 22 onwards. സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ കഥ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. Somehow this king was able to understand there is a prophet in his land whose name was Balaam. ബിലെയാം എന്നൊരു പ്രവാചകൻ തന്റെ ദേശത്തുണ്ട് എന്ന് ഈ രാജാവ് അറിയാനിടയായി. You know, a heathen king was able to understand that there is a godly prophet, right? And he tried every measures to bribe this prophet in order to bring curse upon the people of God. ദൈവത്തിന്റെ ഒരു പ്രവാചകൻ തന്റെ ദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ആ രാജാവിന് സാധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ രീതിയിലും ശ്രമിച്ചു ആ പ്രവാചകനെ തന്റെ വരുതിക്ക് കൊണ്ടുവരാനും എന്ന് മാത്രമല്ല ഇസ്രായേൽ മക്കൾക്കെതിരെയായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി. So this prophet Balaam, more than discerning the will of God, he fell into the gold and the offerings which the king has offered unto him. ബിലെയാം എന്ന പ്രവാചകനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ രാജാവ് തന്റെ മുന്നിലേക്ക് നീട്ടിവെച്ച ആ സൗഭാഗ്യങ്ങൾ വെച്ചിട്ട് ആ ദൈവ മക്കൾക്കെതിരെ തിരിയുവാനായിട്ടും ഇടയായി. This is a very sad picture which you see around churches. Many false prophets, many false preachers are prophesying and preaching the false messages unto you in order to keep the people happy. ഇത് നമുക്ക് ഇന്ന് ദൈവസഭകളിലും വളരെ ദയനീയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്.
പലപ്പോഴും പ്രവാചകന്മാർ ദൈവത്തിന്റെ മുഖമല്ല നോക്കുന്നത്. അവർ പലപ്പോഴും ജനത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവചനങ്ങൾ, ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സന്തോഷം കാണുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവചനങ്ങൾ ദൈവശബ്ദത്തിന് എതിരായിട്ട് പലപ്പോഴും സഭകളിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We know that many families who have trusted the false prophecies of the false prophets more than the word of God. ഞങ്ങൾക്ക് പല വ്യക്തി ജീവിതങ്ങളെ അറിയാം. ഒരു പക്ഷെങ്കിൽ തെറ്റായിട്ടുള്ള ദൂതുകളെ ആശ്രയിച്ച് ദൈവവചനത്തിൽ നോക്കുന്നതിന് പകരം തെറ്റായിട്ടുള്ള ദൂതുകളെ ആശ്രയിച്ച് കുടുംബജീവിതം നശിച്ചു പോയ അനേകരെ ഞങ്ങൾ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. Yeah, somehow this prophet has said that you will marry some person whose name will be starting with A, and this poor fellow will be waiting for years until he meet another girl with whose name starts with A. ഒരു പക്ഷേ ഒരു പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ച ചില അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നു, വിവാഹത്തിന് വരുന്ന ആ വ്യക്തി തുടങ്ങുന്ന ആ വ്യക്തിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എയിൽ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവചനം കൊടുത്തിട്ട് ആ വ്യക്തി അങ്ങനെ ഒരാൾ വരുവാൻ വേണ്ടി വർഷങ്ങളോളം അവരുടെ ജീവിതത്തിൽ കാത്തിരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. We know that some people who have got into the act of marriage, even understanding that their spouses did not have any Bible knowledge. ചില വ്യക്തികൾ ഇതുപോലെയും അവരുടെ കുടുംബജീവിതത്തിലേക്ക് പോയിട്ടുണ്ട്. ചില പ്രവചനങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് അവര് ഒരു പക്ഷേ തനിക്ക് കിട്ടിയ ആ പങ്കാളി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു അടുപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും പലപ്പോഴും പ്രവചന നിവൃത്തിക്ക് വേണ്ടി വിവാഹ ജീവിതങ്ങളിലേക്ക് കടന്നുപോയ വ്യക്തികളെയും ഞങ്ങൾക്കറിയാം. And these preachers are an example, a living example for like prophet like Balaam. ബിലയാമിനെ പോലെയുള്ള ചില പ്രവാചകന്മാരെ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. You know, okay, let me proceed with the story. So that Moabite king who persuaded this prophet, and he was trying every measures to proclaim curses upon the people of God. ഈ പ്രവാചകനിലൂടെ ഈ രാജാവ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഇസ്രായേൽ മക്കൾക്ക് ശാപം കൊണ്ടുവരുന്ന പ്രവചനങ്ങൾ പറയുവാനായിട്ട് ശ്രമിച്ചു. You know, the very first proclamation which came out of this prophet was that these people dwelleth and they are set apart from the other nations. ആദ്യത്തെ വാക്കുള്ള പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനം വേർപെട്ട് കഴിയുന്ന ഒരു ദൈവജനം എന്നാണ് ആദ്യമായിട്ട് തന്നെ വന്നത്. Amen. And they are not numbered among the nations. ദേശങ്ങളുടെ ഇടയിൽ അവരെ എണ്ണപ്പെട്ടിട്ടില്ല എന്നും പ്രവാചകൻ പറയുന്നു. If you are really born again, I mean, if you want to stand along with Lord Yeshua, Lord Jesus, let me tell you that you and I need to lead such a life which has been set apart for the glory of God. നമ്മൾ യേശുവായുടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവമക്കളെ നമ്മളും ഇപ്പോൾ ഈ കേട്ടതുപോലെ തന്നെ മറ്റുള്ള ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് തന്നെ നമ്മൾ ജീവിക്കണം. So rather than bringing curses, the prophet has proclaimed the word of blessings upon the people of the Lord. ആ പ്രവാചകൻ ഒരു പക്ഷെങ്കിൽ ദൈവജനത്തിനെ ശപിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്നത്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നതെല്ലാം അനുഗ്രഹ വചനങ്ങൾ മാത്രമായിരുന്നു. And the king was so angry, so he got so angry with the prophet. He said, "Hey, I have brought you over here to proclaim curses, but you are saying the words of blessings." You know what the prophet replied? He said that, "How can I curse the Lord's people whom he had blessed thoroughly?" Amen. ഈ ദൈവജനത്തോട് ഓരോ വട്ടവും ഈ പ്രവാചകൻ അവരെ കേസ് ചെയ്യാൻ അല്ലെങ്കിൽ ശപിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും അപ്പോഴും പ്രവാചകന്റെ വാലിൽ നിന്ന് അനുഗ്രഹം മാത്രം വരുന്നത് കണ്ട ആ രാജാവ് ആ പ്രവാചകനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ തന്നതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾ ആ ദൈവജനത്തിനെ ശപിക്കാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഞാൻ എത്ര ശപിക്കാൻ നോക്കിയാലും ദൈവം അനുഗ്രഹിച്ച ആ ജനത്തിനെ എനിക്ക് ശപിക്കാൻ സാധിക്കില്ല. Just underline this sentence. You have to understand, if any person has been blessed by God, let me tell you, neither devil nor any wicked person can bring curses upon that blessed fellow. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാതൊരു കാരണവശാലും പിശാചിനോ അതുപോലെ തന്നെ ഏതെങ്കിലും വക്രതയുള്ള വ്യക്തിക്കോ യാതൊരു രീതിയിലുള്ള ശാപം കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. And finally, Balaam had to offer an advice, and that's been recorded in the book of Revelation as well. And somehow this advice had brought greater distress in the lives of the people of Israelites. You know what happened? Israelite people
got intermingled with Moabite women. They committed sexual immorality, and the wrath of God fell upon the people of Israel. ദൈവമക്കളെ, ഈ പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ അവസാനം അദ്ദേഹം ഒരു ചെറിയൊരു ഉപദേശം രാജാവിന് കൊടുത്തിട്ട് പോയി. ഒരു പക്ഷേ എനിക്കിവരെ ശപിക്കാൻ സാധിക്കത്തില്ല, പക്ഷെങ്കിൽ തീർച്ചയായിട്ടും ആ മോവാബി സ്ത്രീകളുമായിട്ട് ഇവരെ മിങ്കിൾ ചെയ്ത് അവരുടെ വിവാഹ ജീവിതങ്ങൾ അങ്ങനെ ആ രീതിയിൽ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ അത് മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ അവരുടെ ജീവിതം ആ രീതിയിലേക്ക് വന്നു. അവർ ആ വഷളത്വത്തിലേക്ക് പോയി. ദൈവം കൊടുത്തിരുന്ന ആ സെപ്പറേഷൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ ദൈവത്തിന്റെ ശിക്ഷാവിധി തന്നെ ആ ജനത്തിന്റെ മുകളിൽ വരുവാനായിട്ട് ഇടയായി. You know, the people of Israel who has been serving the living God finally ended up in serving the idols of Moabites. ജീവനുള്ള ദൈവത്തെ ആരാധിച്ച ഇസ്രായേൽ ജനം അവസാനം ആ മോവാബിയ ബിംബങ്ങളുടെ മുന്നിൽ അവരെ തന്നെ അടിയറ വെക്കേണ്ടതായിട്ട് വന്നു. Oh, you know, the wrath of God fell upon the people of Israel, and about that result, you know what happened? 24,000 people were slain due to the wrath of God. ദൈവത്തിന്റെ ശിക്ഷാവിധി ആ ജനത്തിന്റെ മുകളിൽ വരികയും ഏകദേശം 24,000 ജനത്തോളം അവിടെ വെച്ചിട്ട് മരിച്ചു പോവുകയും ചെയ്തു. Earlier, the devil tried every measure to touch even one Israelite. He was an utter failure. പിശാച് നമുക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പിശാച് തനിക്ക് പറ്റുന്ന എല്ലാ തന്ത്രങ്ങളിലൂടെയും ശ്രമിച്ചു നോക്കി എങ്ങനെയെങ്കിലും ആ ദൈവജനത്തിന്റെ മുകളിൽ ഒരു ശാപം കൊണ്ടുവരാനായിട്ട്. So you have to understand, so here is a real mystery which is being hidden. Okay, if you are really blessed by the Lord, let me tell you, the devil can't touch you. But the moment when you cross the presence of God, when you break the presence of God, and when you step into the devil's territory, let me tell you, the Lord will be the first person to spank you. It's not the devil. ദൈവമക്കളെ, ഇവിടെ ഒരു വളരെ വലിയേറിയ ഒരു രഹസ്യം അവിടെ മറഞ്ഞു കിടക്കുന്നു. അത് ഇതാകുന്നു: ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളെ തൊടുവാൻ തക്കോണം യാതൊരു രീതിയിലും പിശാചിന് അവകാശമില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ബൗണ്ടറി വിട്ട്, ആ നമ്മുടെ അതിര് വിട്ട് പിശാചിന്റെ ഏരിയയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ശിക്ഷാവിധി തന്നെ ആയിരിക്കും ആദ്യം നമ്മുടെ മുകളിൽ വരുന്നത്. You know, hallelujah, people of God, here is where we have to apply the discernment. It is so difficult to discern the angel of light. When a lion approaches you, you can get it from your first sight itself. But when the devil comes in a distinguished fashion, no, he deceives us in the form of the angel of light. And here is where that we need the discernment from the Holy Spirit. ദൈവമക്കളെ, വളരെ വ്യക്തമായി നിങ്ങളിത് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഒരു പിശാച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സിംഹത്തിന്റെ രൂപത്തിലോ വല്ല നമ്മളുടെ മുന്നിലേക്ക് വരുവാണെങ്കിൽ നമ്മളത് വളരെ വേഗം മനസ്സിലാക്കുന്നു. ഇവൻ പിശാചാണ്, നമ്മൾ ഇവനോട് എതിർത്ത് നിൽക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും ഒരു ദൂതന്റെ രൂപത്തിൽ, ഒരു വെളിച്ചദൂതന്റെ രൂപത്തിൽ അവൻ നമ്മളിലേക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ പലപ്പോഴും നമുക്കിത് വിവേചിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അതിലേക്ക് വീണു പോകുന്നു, അവന്റെ തന്ത്രങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നു. നമുക്ക് ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ മാറ്റപ്പെടുവാൻ അനുവദിക്കുന്നു. So young people starts off with a very casual chat in WhatsApp or Facebook, and finally they end up in a wrong relationship. Finally they will have to flee from their houses. We have been hearing such tragic stories. പല സാക്ഷ്യങ്ങളും പല വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു വാട്സാപ്പിൽ തുടങ്ങിയ ഒരു ചെറിയൊരു ചാറ്റ് ആയിരിക്കാം, ഫേസ്ബുക്കിൽ തുടങ്ങിയ ഒരു ചെറിയൊരു ചാറ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോയി മുന്നോട്ട് പോകുന്ന ഒരു യൗവനക്കാരൻ അല്ലെങ്കിൽ ഒരു യൗവനക്കാരത്തി ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്നെത്തുകയും ഒരു പക്ഷേ പിന്നെ ഭവനം വിട്ടവർ ഓടിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള വളരെ പരിതാപകരമായ അവസ്ഥകളിലൂടെ ജീവിതങ്ങൾ മാറ്റപ്പെടാറുണ്ട്. People fall into pornography, people fall into addictions, drug addictions, and such kind of habitual sins. It all started with only one time attempt, right? And finally it becomes a strong habitual sin that they cannot leave behind. ദൈവജനമേ, ഒരു പക്ഷേ നമ്മൾ അറിയാതെ പോലും വീണു പോകുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള നീചമായ പാപങ്ങളിലേക്ക് അല്ലെങ്കിൽ നീചമായിട്ടുള്ള അഡിക്ഷൻസിലേക്ക് നമ്മൾ ഒരിക്കലായിരിക്കാം നമ്മളൊന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്, ഒരിക്കലായിരിക്കാം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നത്. പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. നമ്മൾ പോലും അറിയാതെ അത് നമ്മളെ പതുക്കെ പതുക്കെ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് മാറ്റുന്നു. That is why Apostle John has written in his letters. In 1 John chapter 2, we are able to see
for a Christian, for a born again believer, he is able to battle. So he has three forms of battle. One is against the lust of flesh, second one is the lust of eyes, and third one is the pride of life. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. 3 മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ എപ്പോഴും ഉള്ളത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാകുന്നു. You know, this is where the devil himself had tempted Lord Jesus. When he asked Jesus to turn the stones into bread, that was the battle of the lust of flesh. ഇതേ കാര്യം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ആ കല്ലിനെ അപ്പമാക്കുക എന്ന് പറയുന്ന ആ സമയത്ത് ജഡമോഹത്തിൻ്റെ ഒരു ടെസ്റ്റ് കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് But Jesus overcame it. യേശു അതിനെ മറികടന്നു. Secondly, Yeshua was tempted where the devil has offered the whole world. Jesus, if you look around this world, I can offer you the whole world. Only thing is that if you are able to worship me, just worship me and I will provide the whole world. രണ്ടാമതായിട്ട് പിശാച് യേശുവിനെ പരീക്ഷിച്ച ഒരു മേഖലയായിരുന്നു ലോകത്തിന്റെ സകല മഹത്വവും മാനവും കാണിച്ചതിന് ശേഷം പിശാചിനെ വന്ദിക്കുന്നു എങ്കിൽ ഇതെല്ലാം യേശുവിന് കൊടുക്കുന്നു എന്ന് പറയുന്ന ആ സമയത്ത് ആ കൺമോഹത്തിന്റെ ഒരു ടെസ്റ്റിലേക്കാണ്. So that was the battle of the lust of eyes. അതെ, കൺമോഹത്തിന്റെ ഒരു പോരാട്ടത്തിലായിരുന്നു ആ സമയത്ത് പിശാച് യേശുവിനെ കൊണ്ടുപോയത്. So thirdly, the devil was tempting Lord Yeshua. If you are able to jump from the top of the temple mount, right? So he was tempting Lord Yeshua. If you are able to jump down from here, the angels will guard over you. So the test was if you are the real son of God. മൂന്നാമതായിട്ട് യേശുക്രിസ്തുവിന് ഉണ്ടായ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് തന്നെ മലയുടെ മുകളിൽ നിന്ന്, ടെമ്പിൾ മൗണ്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. ദൈവപുത്രനെങ്കിൽ തീർച്ചയായും ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും എന്ന് പറയുന്നു. So Yeshua has been tempted that if you are the real son of God, prove unto me. And that was the test of the pride of life. അതായത് യേശുക്രിസ്തു സത്യമായിട്ടും ദൈവത്തിന്റെ പുത്രൻ ആണോ എന്ന് തെളിയിക്കേണ്ട രീതിയിലുള്ള ഒരു പിശാചിന്റെ തന്ത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ജീവനത്തിന്റെ പ്രതാപമാകുന്നു നമുക്ക് മനസ്സിലാക്കാം. But Yeshua overcame that temptation also from the devil, and every time he has to quote that it's been written, and he has been referring Torah, the word of God. ഓരോ വട്ടവും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ ഓരോ പരീക്ഷണത്തിന്റെ സമയത്തും ഈ പരീക്ഷകളുടെ സമയത്തും കർത്താവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അന്ന് ടോറയെ അദ്ദേഹം കർത്താവ് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പരീക്ഷണത്തിന്റെ സമയത്തും ഓരോ പരീക്ഷകളെയും കർത്താവ് അതിനെ ജയിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. So people of God, Lord Yeshua himself has shown us the way that how we can overcome every temptations in our life, that you and I needs to be filled with the word of the Lord. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല മാതൃക. നമ്മുടെ പരീക്ഷകളെ നമ്മൾ എങ്ങനെ ജയിക്കണമെന്ന് കർത്താവ് നമ്മളെ കാണിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഊന്നി, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് വേണം നമ്മൾ നമ്മുടെ പരീക്ഷകളെ ജയിച്ചു വരാനായിട്ട്. But now a $1 million question. Can a Christian be demonized, or whether he could be demon influenced? അപ്പോൾ ഞങ്ങൾ നിങ്ങളോടത്ത് ഇനിയും ഒരു ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഒരു വിശ്വാസിക്ക് ഒരു പൈശാചിക പോരാട്ടം ഉണ്ടാകുമോ? More than a battle, can he be demonized? അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം വെക്കുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ കൊടുക്കുമോ, അല്ലെങ്കിൽ പിശാചിന് അവൻ്റെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. Because many people have the wrong conception that I've been filled with the Holy Spirit, and it means that the devil can't touch me and I cannot be controlled by the demons. പലപ്പോഴും നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ ഇങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതുന്നു, ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, എൻ്റെ ജീവിതത്തിൽ പിശാചിന് ഒരു കാര്യത്തിലും ഒരു രീതിയിലും അവനെ തൊടുവാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. Please come with me to Ezekiel chapter 8. എസെക്കിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ അതിലെ നിന്ന് നോക്കുവാനായിട്ട് സാധിക്കും. In Ezekiel chapter 8, here we are able to see how the Lord
led the prophet of God, prophet Ezekiel, and he's been disclosing things that's been happening in the temple of God. ദൈവത്തിന്റെ ആലയത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ എസെക്കിയേൽ പ്രവാചകനെ ദൈവം കൊണ്ടുപോയതാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. So in the spirit, the prophet has been seeing the desolation that's been happening in the temple. ആത്മാവിൽ ആ പ്രവാചകൻ കാണുകയായിരുന്നു ആ കർത്താവിന്റെ ആലയത്തിൽ നടക്കുന്നതായിട്ടുള്ള മ്ലേച്ഛ കാര്യങ്ങളെ പറ്റി. In the chapter 8 verse 5, the prophet has been seeing, when he looked unto the northern places, you know what happened? At the altar gate, he happened to see an idol of jealousy has been kept over there. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട്, മനുഷ്യപുത്ര, വടക്കേ ദിക്കിലേക്ക് നിന്റെ ദൃഷ്ടി ഉയർത്തുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൃഷ്ടി ഉയർത്തി നോക്കി, യാഗപീഠത്തിന്റെ വാതിലിന് വടക്ക് പ്രവേശനത്തിങ്കൽ ആ അസൂയ ബിംബം കടന്നു വന്നു. Idol of jealousy, Asuya Bimbam. You know what happened? In some of the churches, when people arrive at the church gate and they are looking each other, this person has come by this car, okay, he is having a Maruti car, and the other fellow will be buying a much costlier car. He will be having a Hyundai car, and which other person could have a Skoda car, BMW car. And when the committee members are meeting each other, they are filled with that spirit of jealousy, the spirit of pride. There's a spirit of conflict with each other. This everything happens at the gate. ദൈവമക്കളെ, ഈ വചനത്തിൽ പറയുന്നു, ആ വാതിൽക്കൽ എത്തിയപ്പോൾ, അവർ ആ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ, വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പലപ്പോഴും നമുക്കറിയാം, ആലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വാതിൽക്കൽ എത്തുമ്പോൾ തന്നെ നമ്മൾ അടുത്ത് വരുന്ന ആ വ്യക്തിയെ നോക്കിയിട്ട് അദ്ദേഹം വന്ന വാഹനം, അത് വലിയൊരു വാഹനമാണ്, വലിയൊരു കാറാണ്, പുതിയ മോഡലിലുള്ളതാണ്, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ തമ്മിൽ കാണുമ്പോഴത്തേക്കും അവർ ചെയ്ത ചില തീരുമാനങ്ങൾ ശരിയായിരുന്നു, ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള അസൂയയും അങ്ങനെയുള്ള ഒരു സ്പിരിറ്റ് നമ്മൾ ആരാധന ആലയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അവിടെ വെച്ച് തന്നെ അത് വെളിപ്പെടുവാൻ. And when you reach the church gate, the elderly people are offended with the outward appearances of the younger people. അതുപോലെ തന്നെ പ്രായമുള്ള വ്യക്തികൾ ആരാധനാലയത്തിന്റെ വാതിക്കൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ യൗവനക്കാരുടെ വേഷവിധാനങ്ങൾ കണ്ട് അവരും ചിലപ്പോൾ ആ രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. Definitely we need to respect the holiness, and we should have a proper order in the temple of God. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള വിശുദ്ധിയും വേർപാടും നമ്മൾ ആചരിക്കേണ്ടതാകുന്നു. But somehow holiness has become an outward appearance rather than an inward conversion. So when we come on to the 10th verse, we are able to see that the angel of the Lord was saying that you are going to see greater abominations in the temple. അതുപോലെ നമ്മൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് ഓരോ തരം ഈഴജാതിയും വെറുപ്പുളവാക്കുന്ന മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിൽ സകല വിഗ്രഹങ്ങളിലും ചുറ്റുമുള്ള ചുവരിന്മേൽ വരച്ചിരിക്കുന്നതും കണ്ടു. So earlier it happened at the gate. Now the prophet entered into the outer court, and this is what he was able to see, that he was able to see that every form of creeping things and beasts, detestable things, that which all the idols of the house of Israel were carved on the wall all around. ആദ്യമായിട്ട് പ്രവാചകൻ കണ്ടത് ആ ഗേറ്റിലായിരുന്നു, അല്ലെങ്കിൽ ആ കയറി വരുന്ന ആ കവാടത്തിന്റെ അവിടെ ആണെങ്കിൽ അകത്തേക്ക് വന്നപ്പോൾ പ്രവാചകൻ കാണുന്നതാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്, സകല ഇഴജാതികളെയും വെറുപ്പുണ്ടാക്കുന്ന മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും പറ്റിയിട്ടുള്ള ചുവരെഴുത്തുകൾ അവിടെ വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പിക്ചേഴ്സ് വരച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. You know, this is an inside story of every Christian. Looking from outward, no one can see what is happening inside. And finally, when the prophet just entered in, he was able to see that there has been some detestable carvings which has been drawn on the walls of that temple. ഒരു പക്ഷെ പുറത്തുനിന്ന് വന്നപ്പോൾ കണ്ട കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത്, അകത്തേക്ക് കയറിയപ്പോൾ ചുവരുകളിലെല്ലാം ഈ രീതിയിലുള്ള പടങ്ങൾ വരച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. And the elders, 70 elders of Israel, they were offering censer. Okay, they were offering praises to these idols. They were worshipping them. അതുപോലെ തന്നെ ഈ അകത്തുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ ദൈവജനം ഈ വിഗ്രഹങ്ങളിലേക്ക് അവരുടെ ആരാധനകൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും.
And they were, for every elder has been worshipping his own idol. ഓരോ പുരോഹിതനും അല്ലെങ്കിൽ ഓരോ മൂപ്പനും അവനവന്റെ വിഗ്രഹത്തെ തന്നെ ആരാധിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. So every Sunday we come to the church, we say that, oh Lord, thank you, you are holy and you are mighty to be praised. But inside the walls of our heart, we have our own idols that's been placed and we've been worshipping them. നമ്മളും ഇതുപോലെയാണ്. ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാം പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെയും ഹൃദയത്തിന്റെ പലകമേൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭിത്തികളിൽ നമ്മൾ വരച്ചിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ചില വിഗ്രഹങ്ങളുണ്ട്. അവയാണ് പലപ്പോഴും നമ്മൾ ആരാധനാലയത്തിൽ വരുമ്പോഴും നമ്മൾ ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുന്നത്. And in the 16th verse it says that when he brought me into the inner court of the Lord's house, you know what happened? He was able to see that 25 men who stood in between the portico and the altar, they turned their back towards the temple of God and they were facing east, because at that point of time, in ancient times, they had a practice of looking towards east and worshipping the sun god. നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 25 പുരുഷന്മാർ യഹോവയുടെ മന്ദിരത്തിന് നേരെ പുറംതിരിഞ്ഞ് മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുകയായിരുന്നു. അന്ന് ഇസ്രായേലിൽ നടന്നിരുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു അന്യ ആരാധന രീതിയായിരുന്നു സൂര്യനെ ആരാധിക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു 25 പുരുഷന്മാർ യഹോവയുടെ മന്ദിരത്തിന് നേരെ പുറംതിരിഞ്ഞുകൊണ്ട് നിന്ന് അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ പറയുന്നു. And the most wondrous thing is that the glory of the Lord was residing in the Holy of Holies, and where the rest of the places people were worshipping the devil, the people were worshipping idols, people were worshipping foreign gods. How can the glory of God and the worshipping of the demons can happen at the same time? And more than that, it happened in the temple of God. ദൈവമക്കളെ, ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കേൾക്കുക. ഇത് നടക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലാണ്. ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ ഗ്ലോറി നിൽക്കുന്നു. കർത്താവിന്റെ ആ ഗ്ലോറി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ ആ ആരാധനാലയത്തിൽ നടക്കുന്നത്. എങ്ങനെ കർത്താവിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ വിശുദ്ധിയുള്ള സ്ഥലത്ത് ഈ രീതിയിലുള്ള ആരാധനകൾ നടക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Yes, dear brothers and dear sisters, let me tell you, you can worship God and you can worship devils at the same moment of time. Amen. Hallelujah. You can say that you are a born again believer. You can be tongues filled, you can be water baptized, and you can have a sinful life. ദൈവമക്കളെ, നമ്മളെ തന്നെ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മൾ ഒരുപക്ഷെങ്കിൽ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കാം, അന്യഭാഷയിൽ സംസാരിക്കുന്നവരായിരിക്കാം, ബാപ്റ്റിസം എടുത്തവരായിരിക്കാം, ഒക്കെ ആണെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും കാണുവാനുള്ള ചാൻസ് ഉണ്ട്. And this is where people are saying that how can I be demon influenced? Results are here. You are worshipping the Lord in the spirit and you are walking in the flesh at the same time. ദൈവമക്കളെ, നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചോദിക്കാറുണ്ട്, അതെങ്ങനെ എനിക്ക് സാധിക്കും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കാരണം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും നമ്മുടെ നടപ്പ് പലപ്പോഴും ജഡത്തിലാകുന്നു. And in the upcoming chapters in Ezekiel chapter 9 and 10, you are able to see first of all in chapter 9 we are able to see the glory of the Lord shifted to the threshold of the temple. എസ്കേൽ 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ മഹത്വം അവിടെ നിന്ന് മാറി, അത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് മാറി അത് ഉമ്രപടിയിലേക്ക് പോയതായിട്ട് പറയുന്നു. Yeah, in Ezekiel chapter 10 verses 18 and 19 we are able to see from the threshold the glory of the Lord moved unto the eastern gate. എസ്കേൽ 10-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറത്തേക്ക് കെരൂബുകളുടെ മുകളിൽ നിന്നതായിട്ട് പറയുന്നു. അവിടെ നിന്ന് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ നിന്ന് കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. ഓരോന്നും യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിക്കൽ നിന്ന് ഇസ്രായേലിന്റെ
മുകളിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുകളിൽ അവയ്ക്ക് മീതെ നിന്നതായിട്ട് പറയുന്നു. Amen. In next chapter, the 11th chapter, we are able to see the glory of the Lord moved under the Mount Olive. 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ദൈവത്തിന്റെ മഹത്വം അവിടെ നിന്ന് ഒലിവ് മലയിലേക്ക് മാറിപ്പോയതായിട്ട്. And after that, the glory never came back. അതിനുശേഷം ദൈവത്തിന്റെ മഹത്വം ആരാധനാലയത്തിലേക്ക് മടങ്ങി വന്നിട്ടുമില്ല. Oh, people of God, this has been a step-by-step process. The glory moved from that, in the midst of the cherub, it moved unto the threshold. The glory moved unto the eastern gate. It moved unto the Mount Olive. And after that, the glory never came back. ദൈവമക്കളെ, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം ആദ്യം ഉമ്മരപ്പടിയിലേക്ക് മാറി, അതിനുശേഷം അത് കിഴക്കേ വാതിലേക്ക് മാറി, അവിടെ നിന്ന് ഒലിവ് മലയിലേക്ക് പോയി. പിന്നെ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം ആലയത്തിലേക്ക് മടങ്ങി വന്നതുമില്ല. If you are continuing in sin, let me tell you, the glory of the Lord is not going to stay back forever. ദൈവമക്കളെ, നമ്മൾ പാപത്തിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപ സ്വഭാവം നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ, ഇതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവാനിടയാകും. A real Christian cannot continue in sin. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ, നടന്നുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. I mean, if you are saying that, if you are following God, let me tell you, the presence of God, the glory of the Lord will descend in your life. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രസാദം നമ്മളെ വിട്ടുപോകും. Amen. Hallelujah. People of God, that we need to be quarantined, we need to be locked down in the presence of God. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ, ഇന്ന് ലോകം ചെയ്യുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ക്വാറന്റൈൻ ചെയ്യപ്പെടണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ലോക്ക്ഡൌൺ ചെയ്യപ്പെടേണ്ടതാണ് നമ്മുടെ ജീവിതം. That is why Apostle Paul says in 1 Corinthians chapter 3 that know ye that you are the temple of God. ഫസ്റ്റ് കൊരിന്ത്യൻസിൽ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് അറിഞ്ഞുകൊള്ളുക. If you destroy the temple of God, the Lord will destroy you. ദൈവത്തിന്റെ മന്ദിരത്തെ നമ്മൾ നശിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവവും നമ്മൾ നശിപ്പിക്കും. After when the prophet Ezekiel himself had this vision, you know what happened? The Babylonians invaded the people of Israel and the temple was destroyed from head to bottom. ഇത് നടന്ന സമയത്ത് ഈ യെഹെസ്കേൽ ദർശനം കണ്ടതിന് ശേഷം എന്തുണ്ടായെന്നറിയാമോ? ബാബിലോണിയ സൈന്യം വന്ന് ഈ ആരാധനാലയം മുഴുവനായിട്ട് തകർത്ത് കളയുവാനിടയായി തീർന്നു. Amen. Hallelujah. People of God, our lives should be filled with the glory of God. ദൈവമക്കളെ, നമ്മുടെ ജീവിതം എപ്പോഴും ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞതായിരിക്കണം. You cannot attend the table of the Lord and the table of the demons at the same time. No. നമുക്ക് ഒരേ സമയത്ത് കർത്താവിന്റെ ആ അത്താഴത്തിന്റെ ഭാഗമാകുക, കർത്താവിന്റെ മേശയുടെ ഭാഗമാവുകയും അതേ സമയത്ത് തന്നെ ഭൂതങ്ങളുടെ മേശയുടെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കില്ല. Oh, hallelujah. We have to come in real confession. We have to come with a real attitude of repentance. If anywhere you have gone astray, let me tell you, the Lord is able to forgive our sins. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ദൈവത്തെ മറച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരേണ്ടുന്ന ഒരു സമയമാകുന്നു. Oh, hallelujah. So I would like to tell you that you can have breakthrough in your spiritual life. ദൈവമക്കളെ, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. Amen. Hallelujah. Firstly, I would like to share that confess every known area that where you have allowed the devil to keep his foothold in your life. ഒന്നാമതായി ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണോ അവന് നിങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് അതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഒന്നൊന്നായി ഏറ്റുപറയുക. Confess every area of darkness, every fellowship with the darkness which you had committed in your life. Probably it could be an area of the lust of eyes, it could be an area of the lust of flesh, it could be your addictions, it could be a secret sin. Confess it right now. When you are watching us online, I am just encouraging you, brother. I am just encouraging you, sister. This is where you've been defeated again and again. Confess every dark areas of your life under the light of the word of God. ദൈവമക്കളെ, ഞങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത നിങ്ങളുടേതായിട്ടുള്ള എല്ലാ മേഖലകളെയും
അത് എന്തുമായിക്കോട്ടെ, ഒരു വ്യക്തിയും അറിഞ്ഞിട്ടില്ലാത്തതായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഓരോന്നും അതിന്റെ പേരുകൾ പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുക. So the moment when you start confessing, like King David who confessed his own sin, he wrote a psalm. Psalm 51 was in result of his confession. നമ്മൾ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ കാര്യം പറഞ്ഞാൽ 51-ാം സങ്കീർത്തനം എഴുതപ്പെട്ടത് തന്നെ ഒരു അനുതാപത്തിന്റെ ഫലമായി എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാകുന്നു. You know what happened later in the book? From the word of God itself, the Lord stated that David, he became a man after my own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു പുരുഷൻ എന്ന പിന്നത്തേതിൽ ദാവീദിനെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Oh, people of God, let me tell you that I have a good news. Today, at this moment, if you are making a full-heartedly confession to the Lord, let me tell you, again the Lord is giving you an opportunity to become a man or a woman after God's own heart. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും ഏരിയാസ് നിങ്ങളോട് ഇന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ ഏരിയാസും ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ വിട്ടുപോകാൻ കഴിയാത്തതായിട്ടുള്ള ഹാബിച്വൽ സിൻസിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിടുതൽ ഉണ്ട്. Confess every wrong relationships in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ ബന്ധങ്ങളും, എല്ലാ ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്സും കർത്താവിന്റെ സന്നിധിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റുപറയുക. Confess every hard words which you have spoken to your parents, hard words, harsh words that is spoken against your friends or any other relatives. നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ, നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ഭാര്യയോടോ ഭർത്താവിനോടോ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവർക്കെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കടുത്ത വാക്കുകളും ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. Confess that you have grieved the Lord's Spirit, you have grieved Holy Spirit. Say unto the Lord, Lord, I have grieved your Spirit, Lord, forgive me. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതായിട്ടുള്ള ഏതെങ്കിലും മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഏറ്റുപറയുക. കർത്താവേ, ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു, ഞാൻ നിന്റെ വഴികളിൽ നടന്നില്ല എന്ന് നിങ്ങൾ ഏറ്റുപറയുക. The moment when you start confessing, you know what happened. Without your knowledge, the blood of the slain Lamb of God cleanses you. You are getting cleansed by the word of God. You are getting cleansed by the blood of God. You are getting cleansed by the Spirit of the Lord. ദൈവമക്കളെ, നിങ്ങൾ ഏറ്റുപറയുന്ന ഈ സമയത്ത് തന്നെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾ പോലും അറിയാതെ കർത്താവിന്റെ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. Secondly, allow the Holy Spirit. Earlier we were speaking about an evil spirit which is driven by the demonic forces, right? The moment when you surrender to the word of God, the Spirit of the Lord, which is known as the Holy Spirit, will make you walk through the statutes of the Heavenly Father. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും പിശാചിന്റെ ശക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങൾ ഏറ്റുപറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് മുന്നോട്ടുള്ള ഡയറക്ഷൻ, നിങ്ങൾ മുന്നോട്ട് പോകേണ്ടുന്ന പാതയിൽ സ്ഥിരമായി നിങ്ങളെ നടത്തുവാൻ അവൻ മതിയായതാണ്. So in every step which you make in your life, consult with the Heavenly Father, because His name is Wonderful and Counselor. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ പാതയിലും കർത്താവിന്റെ ശബ്ദം കേട്ട് ചെയ്യുക. അവൻ മാത്രമാണ് അത്ഭുത മന്ത്രി. Amen. Oh, hallelujah. And thirdly, let me tell you that you have to be rooted in the Word of God. You have to be rooted in the Spirit of God. മൂന്നാമതായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കണം. Amen. And fourthly, let me tell you, you have to maintain the deliverance. It means that you have to walk in the light, not walking in the flesh. Walking in the flesh will result in walking in darkness. You must learn the art of walking in the Spirit. Go and read Romans chapter 8 from its beginning till end.
റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവമക്കളെ, നിങ്ങൾക്ക് ലഭിച്ച വിടുതൽ നിങ്ങളത് കൊണ്ട് നടക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്ഥിരമായി നിൽക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കേണ്ടതും വളരെ ആവശ്യമാകുന്നു. If you follow these 4 steps, let me tell you, you can overcome every deceptive area. You can overcome the strongholds of the enemy in your life, and let me tell you, your Christian life will never be the same again. ദൈവമക്കളെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നിങ്ങളോട് ഞങ്ങൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ജയജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിൽ തന്നെ ക്രിസ്തുവിനോട് ചേർന്ന ഒരു നല്ല ജയജീവിതം സാധിക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. Shall we pray? Father, we confess every wrong areas in our life, Lord. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഏരിയാസും കർത്താവേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. Every area which we had let for the devil, Lord, Father, we are confessing it right now. കർത്താവേ, പിശാചിന് ഇടം കൊടുത്ത ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇപ്പോൾ തന്നെ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. In the mighty name of Yeshua HaMashiach, I am commanding that every false spirits, every demonic spirit which has been affected these children, come out in the mighty name of Yeshua. Oh, right now in the mighty name of my Lord. Oh, hallelujah. Every spirits of deception, every spirit of lust, every spirit of pride, every spirit of self-pity, I break it in the mighty name of Yeshua. Oh, shabba-ba-ba-ba-ba-ba-ba-ba. Every spirit of addictions, every spirit of habitual sins which has been tormenting this people of God, in the mighty name of Yeshua HaMashiach, I am breaking that stronghold. Oh, let the power of the anointing break every yoke in the mighty name of our Lord and Savior Jesus Christ. I am taking authority upon every demonic forces. Oh, every family which has been struggling. Oh Lord, I am releasing the peace of Yeshua. I am releasing the mercy of Yeshua. I am releasing the glory of Yeshua upon every people who is watching us right now, Lord. Lord, I am releasing your glory, Lord. I am releasing the joy in the Spirit. Oh Father, we praise you, Father. Hallelujah. Where the Spirit of the Lord is, there is liberty. Amen. കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. Amen. Hallelujah. The Lord Yeshua has called you to walk in absolute liberty. Amen. I am releasing that freedom in the Spirit. Right now, Father, I am praying, Father, Lord, let them have a breakthrough in their spiritual life. Lord, expose every form of darkness which has been hiding in their life. The spirit of snakes, come out in the mighty name of Yeshua. The spirit of scorpion, I break it in the mighty name of Yeshua. I command you in the name of Yeshua, never ever touch these people. They've been blood marked by the slain lamb of the word of God. Oh Lord, oh Father, we praise you, Father. Lord, cover them, Lord. Keep them safe, Lord. Let them walk in absolute victory, Lord. Oh Jesus, we praise you, Father. We give you glory, Lord. Give every grace upon these people, Lord, so that let them be rooted in the word of God. Let them be filled by the power of the Holy Spirit, and let them walk in the word of God. Oh, walking in the light, Lord. Lord, thank you, Lord. Through Jesus Christ, you're able to walk us through in that complete form of victory, Lord. We give you all the praise and we give you all the glory in the mighty name of Yeshua HaMashiach. Amen. God bless you.